തീയിൽ കുരുത്ത ജന്മഗീതു എന്റെ. ഏത് നിമിഷം ഒരു വെടിയുണ്ടയോ ബയണറ്റിന്റെ കുത്തോ നെഞ്ചു തുളച്ച് കയറുമെന്ന് പ്രതീക്ഷിച്ച് ജീവിച്ച ഒരച്ഛന്റെ മകളാ ഞാൻ. അച്ഛനോ അമ്മയോ മരിച്ച അത് നാടിന് വേണ്ടിയാ, പുതിയൊരു നാളേക്ക് വേണ്ടിയാ. അതുകൊണ്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീഴരുതെന്ന് പഠിപ്പിച്ച അമ്മയുടെ മകളാ ഞാൻ. ആ എന്നെ ഭയപ്പെടുത്താൻ ഈ ജന്മം നിനക്ക് സാധിക്കില്ല. പക്ഷേ നീ പേടിക്കും. ഈ വാചകമല്ലാതെ പെട്ടെന്നൊരാൾ ടോ എന്ന് പറഞ്ഞാ പേടിച്ചു പോകും നീ. നിന്റെ മുഖത്തൊരു വാട്ടം. അറിയില്ല സിദ്ധു, രാവിലെ മുതൽ വല്ലാത്തൊരു അസ്വസ്ഥത, ഒരു മനം പുരട്ടല്. ഇപ്പൊ ആഹാരം കഴിക്കാൻ വന്നിരുന്നിട്ട് കഴിക്കാൻ പറ്റുന്നില്ല. രാവിലെ കഴിച്ച വല്ല ആഹാരം വയറ്റി പിടിച്ചിട്ടുണ്ടാവില്ല, അതുകൊണ്ടായിരിക്കും. ഏയ്, ഞാനങ്ങനെ പ്രത്യേകിച്ചൊന്നും കഴിച്ചില്ല. എന്നും കഴിക്കുന്നത് പോലെ തന്നെ. എല്ലാരും കഴിച്ചതുപോലെ പാലപ്പവും സ്റ്റൂവല്ലേ കഴിച്ചത്. പിന്നെന്ത് പറ്റി? ആവോ അറിയില്ല. എന്താ മനസ്സേ? എന്താ അറിയില്ല ഗൗരിജി, രാവിലെ മുതല് ഛർദിക്കാനുള്ളൊരു ടെൻഡൻസിയാ. ഇപ്പൊ ആഹാരം കഴിച്ചപ്പോ പെട്ടെന്നൊരു വല്ലായിക. എന്തെങ്കിലും വയറ്റി പിടിക്കാതെ കിടപ്പുണ്ടാവും. നോക്കട്ടെ. എന്തെങ്കിലും വയറ്റി പിടിച്ചു കിടക്കുന്നതാണെങ്കിലോ? എന്നുവെച്ചാ സംശയം എന്താ? ഈ വിളർച്ച വോമിറ്റിംഗ് ടെൻഡൻസിയൊക്കെ സാധാരണ പ്രഗ്നൻസിയുടെ തുടക്കത്തിലുണ്ടാവുക. ഹോസ്പിറ്റലിൽ ഒന്ന് കാണിക്കല്ലേ എടുത്തി? ഓ, ഇപ്പൊ അതൊന്നും വേണ്ട, കൺഫേം ആവട്ടെ. വിശേഷം ഉണ്ടാവോ സിദ്ധു? ഉണ്ടാവും, അങ്ങനെയല്ലേ പ്രതീക്ഷിക്കേണ്ടത്. അതെ, ഒരുപാട് പ്രതീക്ഷിച്ച നടക്കുന്നാണോ നടക്കില്ലെന്നാണോ? അങ്ങനെയൊന്നും ഇല്ല മനസ്സേ. ഒരുപാട് പ്രതീക്ഷിക്കരുത്, നടക്കില്ല എന്ന് പറയും ചിലര്. വാനോളം മോഹിച്ചോളൂ കുന്നോളം കിട്ടുമെന്ന് മറ്റു ചിലര്. പ്രതീക്ഷ ലക്ഷ്യമായിരിക്കണം. അങ്ങനെ പ്രവർത്തിക്കുന്നവർക്ക് പ്രതീക്ഷയ്ക്കപ്പുറം ദൈവം തരുമെന്നും പറയുന്നുണ്ട്. ഇതിലെ ഏതാ ശരിയെന്ന് ചോദിച്ചാൽ അവസാനത്തേതെന്ന് ഞാൻ പറയൂ. ആഗ്രഹിക്കുക, പ്രതീക്ഷിക്കുക, പ്രവർത്തിക്കുക. അതിനപ്പുറം തരും ദൈവം. വേണ്ടെന്ന് പറഞ്ഞാലും സ്വപ്നങ്ങൾ കാണുന്നൊരു മനസ്സാ എന്റെ. സ്വപ്നങ്ങളോ ആഗ്രഹങ്ങളോ ഒക്കെ സാധ്യമായിട്ടുണ്ട് താനും. സിദ്ധുവിനെ ഇഷ്ടപ്പെട്ടു തുടങ്ങിയത് മുതൽ സിദ്ധുവിന്റെ കൂടെയുള്ള ജീവിതം അല്ല ഞാൻ സ്വപ്നം കണ്ടത്. സിദ്ധുവിന്റെ കുഞ്ഞുങ്ങളെ വളർത്തുന്നത്, അവരെ കൊണ്ട് സിദ്ധുവിനെ അച്ഛാന്ന് വിളിപ്പിക്കുന്നത്, അവരെ ശാസിക്കുന്നത്, ലാളിക്കുന്നത്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. എല്ലാ അമ്മമാർക്കും ഉണ്ടാവും അത്തരം സ്വപ്നങ്ങള്. ഇതാ നിന്റെ അച്ഛനെന്ന് കുഞ്ഞിനോട് പറഞ്ഞു കൊടുക്കുമ്പോൾ അഭിമാന സ്വപ്നം കാണാത്തവരായി ഒരു പെണ്ണുണ്ടാവില്ല. അത് ശരിയാ. പക്ഷേ തിരിച്ചുകൊണ്ടൊരു കാര്യം, എന്റെ ഭർത്താവാണ്, എന്റെ കുഞ്ഞിന്റെ അച്ഛനാണെന്ന് 4 പേരോട് പറയുമ്പോ അങ്ങനെ കാണിച്ചു കൊടുക്കാൻ യോഗ്യതയുള്ളൊരു ഭർത്താവും കൂടി ആയിരിക്കണം. അല്ലാതെ അർജുനെ പോലെ ഒരാളായിരിക്കരുത്. അച്ഛന്റെ സ്വഭാവം വെച്ചാണെങ്കിൽ മൈനയുടെ കുഞ്ഞു വഴിതെറ്റിപ്പോ. ആണാണെങ്കിൽ വല്ല ക്രിമിനലും ആവും, പെണ്ണാണെങ്കിൽ കണ്ടമാനം നടക്കുന്ന സ്വഭാവമായിരിക്കും. അല്ല, അങ്ങനെ വരണമെന്ന് നിർബന്ധമൊന്നുമില്ല. സംഭവിക്കാം, അത്രേ ഉള്ളൂ.
സാധാരണ കണ്ടുവരുന്നതല്ല അങ്ങനെയാ. എന്തായാലും എനിക്ക് അവസ്ഥ വരില്ല. എന്റെ കുഞ്ഞിന് സിദ്ധാർത്ഥന്റെ സ്വഭാവം കിട്ടിയാ മതി. എനിക്കിത്തിരി വാശിയും മുൻചുണ്ടിയും ഒക്കെ കൂടുതലാ. എന്റെ കുഞ്ഞിനത് വേണ്ട. എനിക്ക് അഭിമാനത്തോടെ പറയണം എന്റെ കുഞ്ഞിന്റെ അച്ഛനെ കുറിച്ച്. ആരെയും ചവിട്ടി പുറത്താക്കും. ഇനി അതിനൊന്നും അംബിക നിന്ന് തരില്ല. സങ്കടവും സഹതാപവും പറഞ്ഞ എല്ലാം മറന്ന് സ്നേഹിച്ചു പോകുന്ന അംബിക മരിച്ചു. നിങ്ങളുടെ സത്യസന്ധത തെളിയിക്കാനും ഗീതുവിനെ പുറത്താക്കാനും കൂടെ നിൽക്കണമെന്ന് കാല് പിടിച്ചതുകൊണ്ടാണ് ഞാൻ ഇവിടെ നിന്നത്. എന്റെ മോളെ സ്വാധീനിച്ച് എന്തെങ്കിലും നേടാൻ ആ ഭാവമെങ്കിൽ ആ നിമിഷം ഞാൻ ഇവിടുന്ന് പോകും.